കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 51. രചന ശാലിനി ഇ.എ. രാത്രി 11 മണി കഴിഞ്ഞു. ബദ്രി റെക്കോർഡിംഗ് കഴിഞ്ഞു തിരിച്ചു ഗോവർദ്ധനത്തിലെത്താൻ. അതുവരെ മൂടിന് തീപിടിച്ചതിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു സത്യപ്രതാപൻ. ഇരുന്നിട്ട് ഇരുത്തം കിട്ടുന്നില്ല, കിടന്നിട്ട് കിടത്തം കിട്ടുന്നില്ല എന്ന പോലത്തെ അവസ്ഥ. നിങ്ങൾക്കിത് എന്തു പറ്റിയെന്ന് പലതവണയായി രേണുക ചോദിക്കുന്നു. അതിനൊന്നും അയാൾ മറുപടി പറഞ്ഞില്ല. ബദ്രിയുടെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അയാൾ റൂം തുറന്ന് പുറത്തേക്കിറങ്ങി. രേണുക അപ്പോഴേക്കും നല്ല ഉറക്കമായി കഴിഞ്ഞിരുന്നു. സ്പെയർ കീ വെച്ച് മുന്നിലെ ഡോർ തുറന്ന് അകത്ത് കയറിയതും ഹാളിൽ നിൽക്കുന്ന അച്ഛനെ കണ്ട് ബദ്രി അതിശയപ്പെട്ടു. അച്ഛനിത് ഉറങ്ങിയില്ല? ഇല്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഭക്ഷണം വല്ലതും കഴിച്ചതാണോ? ശങ്കരേട്ടനോട് ഭക്ഷണം എടുത്തു വയ്ക്കാൻ പറയട്ടെ. വെപ്രാളം നിറഞ്ഞ സ്വരത്തിൽ സത്യപ്രതാപൻ അത് പറയുമ്പോൾ അയാളെ നോക്കി ബദ്രിയുടെ പുരികക്കൊടികൾ ചോദ്യചിഹ്നം പോലെ ഉയർന്നു നിന്നു. ഞാൻ കഴിച്ചതാണ് അച്ഛാ. അച്ഛനെന്താ പറയാനുള്ളത്? നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. സോഫയുടെ നേർക്ക് നടന്നുകൊണ്ടാണ് ബദ്രി അത് പറഞ്ഞത്. വേണ്ട, നമുക്ക് നിൻ്റെ റൂമിലേക്ക് പോകാം. എങ്കിൽ വരൂ, മുകളിലേക്ക് പോകാം. കൂടുതലൊന്നും ചോദിക്കാതെ ബദ്രി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. പിന്നാലെ സത്യപ്രതാപനും. റൂം തുറന്ന് ഉള്ളിലേക്ക് കയറിയ ബദ്രി സോഫയിലേക്കിരുന്നു. അച്ഛനിരിക്കെ, അച്ഛനെന്താ പറയാനുള്ളത്? അവനരികിലായി സത്യപ്രതാപൻ സോഫയിലിരുന്നു. കാര്യമായത് എന്തോ അച്ഛന് പറയാനുണ്ടെന്ന് അച്ഛൻ്റെ തലകുനിച്ചുള്ള ഇരിപ്പ് കണ്ടപ്പോഴേ ബദ്രിക്ക് തോന്നി. അച്ഛാ, അവൻ അയാളെ തൊട്ടു വിളിച്ചു. പറയാം. അയാൾ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് വലിച്ചു. നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് കാർത്തിയെക്കുറിച്ചാണ്. അവനെപ്പറ്റി നമ്മൾ കരുതി വെച്ചതെല്ലാം തെറ്റാണ് ബദ്രി. അച്ഛനെന്താ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് കാർത്തി മേഘ ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് ദേവദത്തിനെ കാണാൻ പോയിരുന്നത്രേ. ഉവ്വോ, ഇന്നലെ ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ദേവദത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ കാർത്തി പോകാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അവനൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കില്ല അച്ഛാ. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? അവൻ അവിടെ ചെന്നത് ദേവദത്തിനെക്കുറിച്ച് അന്വേഷിക്കാനല്ല. പിന്നെ ചില്ലു അവൻ്റെ പെണ്ണാണെന്നും അവനല്ലാതെ മറ്റൊരാൾ അവളെ വിവാഹം കഴിക്കില്ലെന്നും ഈ വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞില്ലെങ്കിൽ ദത്തനെ കൊല്ലുമെന്നും പറയാനാണ് അവൻ അവിടെ ചെന്നത്. അച്ഛൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല ബദ്രിക്ക്. എന്താണ് പറയുന്നതെന്ന ബോധ്യമുണ്ടോ അച്ഛന്? ആരെയാണ് പറയുന്നതെന്ന ബോധ്യമുണ്ടോ? ബദ്രിയുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. ഞാൻ മദ്യപിക്കാറില്ല. തികഞ്ഞ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. പറഞ്ഞതൊന്നും നുണയല്ല. അങ്ങനെയൊരു ബന്ധം അവനാ ചില്ലുവോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കിത് എതിരി നിൽക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? സന്തോഷത്തോടെ നടത്തി കൊടുക്കില്ലേ നമ്മൾ? പിന്നെ എന്തിന് കാർത്തി ദത്തനോട് പോയി പറയണം? അവൻ അങ്ങനെ പറഞ്ഞു എന്ന് ദത്തൻ പറഞ്ഞോ? ദത്തൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. മക്കൾ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് നടത്തി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിനൊരു തീരുമാനമെടുക്കണ്ടേ? കാർത്തിക്ക് ചില്ലുവിനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആരെതിർത്താലും ഞാൻ അത് നടത്തും. കാരണം മറ്റാരുടെ കൂടെ പറഞ്ഞയച്ചാലും കാർത്തിയുടെ കയ്യിലിരിക്കുന്ന ഭദ്രത അവൾക്ക് മറ്റെവിടെ നിന്നും കിട്ടില്ല. എന്നുറച്ച് അവൾ സഹോദരനെ പോലെ കരുതുന്ന ഒരാൾക്ക് കൈപിടിച്ചു കൊടുക്കാനോ? ഞാൻ അതിനനുവദിക്കില്ല. കാർത്തിയുടെ മനസ്സിൽ അങ്ങനെയൊരു ഇഷ്ടമുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തത് പറയണമായിരുന്നു. അല്ലാതെ ഇത്രയും തരം താഴ്ന്ന കളിക്കാൻ പാടില്ലായിരുന്നു. ഇതിപ്പോൾ ചില്ലുവിനോടോ നമ്മളോടോ ഉള്ള ഇഷ്ടം ആയിരിക്കില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ വ്യക്തിവൈരാഗ്യമുണ്ട്. കോപ്പാണ്. നിങ്ങൾക്കിതുവരെ അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അച്ഛനോ ഞാനോ വിചാരിക്കുന്നതായിരിക്കില്ല അവിടെ നടന്നിട്ടുണ്ടാവുക. കാർത്തി അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ലക്ഷ്യമുണ്ടായിരിക്കും. അതൊരിക്കലും അച്ഛൻ അറിഞ്ഞ ലക്ഷ്യമായിരിക്കില്ല. സത്യം വേറെ എന്തോ ആണ്. നാളെ ഞാൻ കാർത്തിയുമായി സംസാരിക്കാം. നീ കാർത്തിയുമായി സംസാരിക്കാതിരിക്കുകയോ ചെയ്തോ? എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. ഞാൻ ഇന്ന് ചില്ലുവുമായി സംസാരിച്ചു. ഞാൻ എടുക്കുന്ന തീരുമാനം എന്തായാലും അത് അംഗീകരിക്കാൻ അവൾ തയ്യാറാണ്. അതായത് അവൾക്ക് മറ്റാരോടും പ്രണയമെന്ന സംഗതിയില്ല. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ദത്തൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുക്കും. എത്രയും പെട്ടെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് ഞാൻ ആ കല്യാണം നടത്തും. കാർത്തിയെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നുമില്ലെങ്കിലും മഹാദേവൻ്റെ ചോരയല്ല. ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ റൂമിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ബദ്രി എഴുന്നേറ്റ് ബെഡിലേക്ക് മലർന്നു കിടന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ അവൻ കറങ്ങുന്ന സീലിംഗ് ഫാനിലേക്ക് നോക്കി കിടന്നു. പിറ്റേന്ന് കാലത്ത് 5 മണിക്ക് ബദ്രി തിരുനന്ദനത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നദിയും ചിലങ്കയും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ? നദിക്ക് ക്ലാസ്സില്ലേ? അപ്പോൾ പിന്നെ ഞാനും കൂടെ പോരാമെന്ന് വെച്ചു. ചിലങ്ക ബദ്രിയെ നോക്കി പറഞ്ഞതും ബദ്രി അവളെ കണ്ണുരുട്ടി കാണിച്ചു. അങ്ങനെ ഇപ്പം ഞാനും കൂടെ പോരണ്ട. ഒന്നാമത് ഇന്ന് സംഗീത ക്ലാസ് ഇല്ല. റെക്കോർഡിംഗ് കഴിഞ്ഞ് അമ്മാമ്മ ഇന്നലെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടാവില്ലെന്ന് നദിയോട് പ്രത്യേകം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പോകുന്നത് വേറൊരു വഴിക്കാണ്. നിങ്ങൾ രണ്ടുപേരും മേലെ പോയിരുന്ന് സംഗീതം പഠിച്ചോ? എങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടി കിടന്നുറങ്ങട്ടെ.
അതും പറഞ്ഞ് ചിലങ്ക റൂമിലേക്ക് തന്നെ ഓടി. ചിലങ്ക ഓടുന്നത് കണ്ട് രണ്ടുപേർക്കും ചിരി വന്നിരുന്നു. എങ്കിൽ ഞാൻ മേലെ പോയി കുറച്ചു നേരം സാധകം ചെയ്യാം. നദി അത് പറഞ്ഞും കൊണ്ട് മേലേക്കുള്ള സ്റ്റെപ്പിന് നേർക്ക് നടന്നു. നദി, നീ വരുന്നോ? എങ്ങോട്ട്? അവൾ തിരിഞ്ഞു നിന്നു. അമ്മാമ്മ അവിടെ തന്നെയുണ്ട്. ചില്ലുവിനെ ഒഴിവാക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതാ. നീ വാ, ഞാൻ അമ്മാമ്മയുടെ അടുത്താക്കി തരാം. ബദ്രിയോടൊപ്പം നടക്കുന്നുണ്ടെങ്കിലും ചില്ലു ചേച്ചി ഒഴിവാക്കിയത് എന്തിനെന്ന ചിന്തയിലായിരുന്നു നദി. കാറിലിരിക്കുമ്പോൾ ബദ്രിയുടെ ഗൗരവമുള്ള മുഖത്തേക്ക് തന്നെ നദി പിന്നെയും പിന്നെയും നോക്കിക്കൊണ്ടിരുന്നു. സാർ, കഴിഞ്ഞ ദിവസം മാസ്റ്റർ എനിക്കൊരു സമ്മാനം തന്നു. എന്ത് സമ്മാനം? അവൾ ബാഗിൽ നിന്നും ഫോണെടുത്ത് ബദ്രിക്ക് നേരെ നീട്ടി. ആഹാ, കൊള്ളാലോ. നദിക്ക് ഫോണില്ലായിരുന്നോ? അവൻ ഫോൺ വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. എനിക്കും അമ്മയ്ക്കും കൂടി ഒരു ഫോൺ ആയിരുന്നു. കോളേജിലേക്ക് ഒന്നും ഞാൻ ഫോൺ കൊണ്ടുപോകാറില്ല. വീട്ടിൽ വന്നാൽ പഠിക്കാനൊക്കെ അമ്മയുടെ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്നൊന്നും പുതിയത് വേണമെന്ന് ചിന്തിച്ചിട്ടില്ല. നദിക്ക് ഫോണില്ലാത്തത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ തന്നെ വാങ്ങിച്ചു തരുമായിരുന്നു. അതൊന്നും സാരമില്ല. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഞാനൊരു ഫോൺ വാങ്ങാനിരുന്നതാണ്. അപ്പോഴേ മാഷ് ഇങ്ങനൊരു സമ്മാനം തരുന്നത്. ആദ്യമൊന്നും വാങ്ങാൻ കൂട്ടാക്കിയില്ല. അച്ഛൻ തരുന്നത് പോലെ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് തീരെ വാങ്ങാൻ തോന്നിയില്ല. കാരണം എനിക്ക് അച്ഛനില്ലല്ലോ. ഉണ്ടെന്ന് പറയുന്ന ആൾ തന്നെ എന്നെ തള്ളിപ്പറഞ്ഞ ആളല്ലേ. അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞുള്ള സമ്മാനം എനിക്ക് വേണ്ടെന്ന് തോന്നി. പിന്നീട് മാഷ് തന്നെ പറഞ്ഞു, ഒരു ഗുരു ശിഷ്യക്ക് തരുന്ന പോലെ കരുതിയാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല, ഞാനത് വാങ്ങി. അല്ലേ? നല്ല ഫോണാണ്. എൻ്റെ നമ്പർ സേവ് ചെയ്തോ, എന്നിട്ട് ഒരു മിസ്ഡ് കോൾ അടിച്ചിട്ട്. ഫോൺ തിരികെ കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു. അവൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തതും അവൾ അത് ഫോണിൽ സേവാക്കി വെച്ചു. പറഞ്ഞതുപോലെ ആ നമ്പറിലേക്ക് ഒരു കോൾ അടിച്ചിടുകയും ചെയ്തു. കുറച്ചു സമയം കാറിനുള്ളിൽ മൗനം തളം കെട്ടിയിരുന്നു. സാർ, ഇനി എന്താ എന്ന അർത്ഥത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സാറിൻ്റെ മുഖമെന്താ ഇങ്ങനെ? എങ്ങനെ? ബദ്രി മിററിലേക്ക് ഒന്ന് നോക്കി. കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ല, എന്നത്തെയും പോലെയല്ല സാറിൻ്റെ മുഖം. ഇന്ന് സംസാരത്തിലും മാറ്റമുണ്ട്. ശരിയാ, ഇന്ന് ഷേവ് ചെയ്യാൻ മറന്നു. സ്വരത്തിൽ മാറ്റം ചിലപ്പോൾ കോൾഡ് വരാനെങ്ങാനും ആവും. അവൻ വലതു കൈ സ്റ്റിയറിങ്ങിൽ നിന്നും എടുത്ത് കവിളിൽ ഒന്ന് ഉരച്ചു. അവൾ പരിഭവം നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ദൃഷ്ടികൾ വായിച്ചു. അപ്പോൾ പെണ്ണെന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഇന്നലെ അച്ഛൻ പറഞ്ഞതിലെ ഷോക്കാണ് മനസ്സിൽ മുഴുവൻ. അതിൻ്റെ പ്രതിഫലനം മുഖത്ത് കാണാതിരിക്കില്ലല്ലോ. എന്നാലും എൻ്റെ മുഖമൊന്ന് മാറിപ്പോയേക്കും അത് മനസ്സിലാക്കിയെടുത്തല്ലോ. പുഞ്ചിരിച്ച മുഖത്തോടെ അവൻ തിരിഞ്ഞിരിക്കുന്ന നദിയെ നോക്കി. തൽക്കാലം മിണ്ടാതിരിക്കുന്ന ബുദ്ധി, അല്ലെങ്കിൽ സർവ്വവും പറയേണ്ടി വരും. പിന്നീട് തിരുനന്തരത്ത് എത്തുന്നത് വരെ രണ്ടുപേരും മിണ്ടിയില്ല. ചിരിച്ച മുഖത്തോടെയാണ് രാമേട്ടൻ വാതിൽ തുറന്നു കൊടുത്തത്. കാർത്തിയില്ലേ രാമേട്ട? അകത്തേക്ക് കടന്നു ബദ്രി ചോദിച്ചു. ഉവ്വ്, അകത്തുണ്ട്. നീ ചെല്ല്, ഞാൻ കാർത്തിയുടെ അടുത്തുണ്ട്. നദിയോടെങ്ങനെ പറഞ്ഞുകൊണ്ടവൻ കാർത്തിയുടെ റൂമിന് നേരെ നടന്നു. കാർത്തിയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടന്ന ബദ്രി കാണുന്നത് സീലിങ്ങിലേക്ക് നോക്കി കണ്ണും തുറന്ന് കിടക്കുന്ന കാർത്തിയാണ്. കാർത്തി! ബദ്രിയുടെ വിളി കേട്ടതും അവൻ തലചിരിച്ചു നോക്കി. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? കാർത്തിയുടെ പുരികൻ ചുളിഞ്ഞു. നനത്ത പ്രഭാതത്തിൽ ഒരു ഡ്രൈവിംഗ്. വാ, എഴുന്നേൽക്ക്. കാർത്തി മറുത്തൊന്നും പറയാതെ സോഫയിൽ ഊരിവെച്ച സ്ലീവ്ലെസ് ബനിയൻ എടുത്തിട്ടു. മഞ്ഞ് വീണ് കിടക്കുന്ന വഴിത്താരയിലൂടെ കാറിനുള്ളിലെ AC ഓഫ് ചെയ്ത് ഗ്ലാസുകൾ തുറന്നു വെച്ച് പ്രകൃതിയുടെ തണുപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു യാത്ര. എവിടേക്കെന്ന് പറയാതെ ബദ്രിയും എന്തിനെന്ന് ചോദിക്കാതെ കാർത്തിയും. രണ്ടുപേരുടെയും ഉള്ളിൽ ചൂടകറ്റാൻ ആ യാത്ര അനിവാര്യമായിരുന്നു. കാർ ചെന്ന് നിന്നത് പാർക്കിലാണ്. തിരക്കുകളിലൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ ഉള്ളിലേക്ക് കയറി ഒരു കോണിലെ പുൽത്തകിടിൽ ഇരുന്ന് ബദ്രി. അവനടുത്തായി കാർത്തിയും ഇരുന്നു. മഞ്ഞിൻ്റെ കുളിർമ ശരീരത്തെ പൊതിയുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഉള്ളിലെ ചൂടിനെ ശമിപ്പിക്കാൻ ആ കുളിർമ പോരായിരുന്നു. കാർത്തി, നീ ഇന്നലെ ബേഗ ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് പോയിരുന്നു? എന്തിനാ പോയത്? ദത്തനെ കാണാൻ. ദത്തനെക്കുറിച്ച് അന്വേഷിക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? അതിന് നീ ദത്തനെ നേരിട്ട് പോയി കാണേണ്ട കാര്യമെന്താ? ബദ്രി, ചില്ലുവിനെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, കാർത്തി പെട്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പിന്നെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ? നിനക്കോ? ആ ചോദ്യത്തിന് കാർത്തി ഒന്ന് പുളഞ്ഞു. നീ എന്താ ഇപ്പോൾ ചോദിച്ചത്? പറയടാ, നീ എന്താ ചോദിച്ചത്? ഒരിക്കൽ കൂടി പറയും. കാർത്തി ബദ്രിയെ പിടിച്ചു ഉലച്ചും കൊണ്ട് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത്? നീ ദത്തൻ്റെ അടുത്ത് പോയി പറഞ്ഞതെല്ലാം അവൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ തൊട്ട്
അച്ഛൻ കോമരം തുള്ളി ഇരിക്കുക. അവൻ്റെ അച്ഛൻ എന്താ അങ്കിളിനെ വിളിച്ചു പറഞ്ഞത്? എന്താ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. അവൻ്റെ അച്ഛനോട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. അങ്കിൾ എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് എന്നോട് പറയുക. നീ ദത്തനോട് ചെന്ന് പറഞ്ഞോ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന്? പറഞ്ഞു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഞാൻ കേട്ടതെല്ലാം ശരിയാണല്ലേ? നീ കേട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാലേ എനിക്കതിന് മറുപടി പറയാൻ കഴിയൂ. ആദ്യം അവൻ്റെ അച്ഛൻ അങ്കിളിനെ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് നീ എന്നോട് പറയേ. അളിയൻ്റെ മകന് നിങ്ങളെ മകളെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തിക്കൂടായിരുന്നു. വെറുതെ എന്തിനാ എൻ്റെ മകനെ ഇതിലേക്ക് വലിച്ചിട്ടതെന്ന്. ഈ വിവാഹാലോചനയിൽ നിന്നും ദത്തൻ പിന്മാറിയില്ലെങ്കിൽ നീ ദത്തനെ കൊല്ലുമെന്ന്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് തുറന്ന് പറയാമായിരുന്നു. കാർത്തി അല്പസമയം ശാന്തനായിരുന്നു. പിന്നെ അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ഫിലിപ്പ് അയച്ചു കൊടുത്ത എല്ലാ വീഡിയോ ക്ലിപ്പുകളും എടുത്ത് ബദ്രിക്ക് കാണിച്ചു കൊടുത്തു. അതിലെ വോയിസ് എല്ലാം കേൾപ്പിച്ചു കൊടുത്തു. ബദ്രി ധരിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെയും യമുനയുടെയും ദത്തൻ്റെയും സംഭാഷണങ്ങളെല്ലാം ബദ്രിയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. ഇനി നീ പറ, കൊടുക്കണോ ചില്ലുവിന് അവന്? മറുപടി പറയാതെ ഇരിക്കുന്നവൻ്റെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് കാർത്തി ചോദിച്ചു. നീ 24 മണിക്കൂർ അവന് സമയം കൊടുത്തിട്ടുണ്ടല്ലോ, അത് കഴിയട്ടെ. ഇന്ന് രാവിലെ 10 മണിക്ക് അച്ഛൻ അവർക്ക് വാക്കുകൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുടക്കണം. ഞാൻ പറയാം അച്ഛനോട്. ബദ്രി വേഗം അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നാലെ കാർത്തിയും. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.